ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ, എൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഞാനും തൻവിയും കൂടി ഷോപ്പിങ്ങിന് പോവാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ തന്നെ എൻ്റെ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ക്യാൻഡിലൊക്കെ എടുക്കുക. അപ്പോൾ തൻവി തന്നെയാണ് മുന്നിൽ. അപ്പോൾ ഫസ്റ്റ് വാട്ടർ കണ്ടൻ്റ് ഒന്നും ഇല്ലാത്തൊരു പാത്രം എടുക്കുക, ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് ഞാൻ 3 മുട്ടയാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ 3 മുട്ടയും പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ടേ. ഇനി നന്നായിട്ട് ഒരു ഇലക്ട്രിക് ബീറ്ററോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് ബീറ്റ് ആകുമ്പോഴുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ കേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് 1 കപ്പ് പൗഡേർഡ് ഷുഗർ ആട്ടോ ആഡ് ചെയ്യുന്നത്. പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് മാത്രമായിട്ട് ആഡ് ചെയ്യുക. മൊത്തമായിട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്യരുത്, കുറച്ചായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഇലക്ട്രിക് ബീറ്ററിന് എനിക്ക് ആകെ ഒരു 400 സംതിങ് ആയിട്ടുള്ളൂ. ഞാൻ ആമസോണിൽ നിന്ന് ഓഫർ വന്നപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ട് ഷുഗർ മുട്ടയിൽ മിക്സ് ആവണം. അപ്പോൾ നല്ലൊരു വൈറ്റ് കളറാവും. അപ്പം സ്റ്റോപ്പ് ചെയ്യും. ഇനി ഞാൻ ഇതിലേക്കൊരു ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്തിനാ വെച്ചാൽ ഈ മുട്ടേൻ്റെ ഒരു മണം, ഒരു ചൊയ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വാനില എസൻസ് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്താലും മതി. അപ്പോൾ വേറൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അങ്ങനെ വെറ്റ് ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് 3/4 കപ്പ് മൈദയാട്ടോ എടുത്തത്. ഇനി 1/4 കപ്പ് കൊക്കോ പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചോക്ലേറ്റ് കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഞാനത് ആഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തരിച്ചെടുക്കണം. തരിച്ചെടുക്കുന്ന സമയത്ത് കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവും. അപ്പോൾ 1-2 തവണ നിങ്ങൾ തരിച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. പക്ഷേ ഞാൻ ഒരു തവണ മാത്രമേ തരിച്ചിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് തരിച്ചു കൊടുക്കുക. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു വെറ്റ് ഇൻഗ്രീഡിയൻറ്റിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് ആഡ് ചെയ്തിട്ട് ബീറ്റർ യൂസ് ചെയ്യാണ്ട് ജസ്റ്റ് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്നിച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യരുത്. അപ്പോൾ കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വെച്ച ബാറ്ററിലേക്ക് 1/4 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടത് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1/3 കപ്പ് ഓയിൽ ചേർത്തിട്ട് യോജിപ്പിക്കുക. കുറേ നേരം മിക്സ് ചെയ്യരുത്, അപ്പോൾ ഹാർഡാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മെല്ലെ യോജിപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ ബട്ടറോ അല്ലെങ്കിൽ ഗീ ഒക്കെ യൂസ് ചെയ്യാം. ഞാൻ നോർമൽ സൺഫ്ലവർ ഓയിലാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി ആട്ടോ കറക്റ്റായിട്ട് വേണ്ട. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ കോഫി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഓപ്ഷണലാണ്, കോഫി ഫ്ലേവർ ഇഷ്ടമുള്ളവർ ആഡ് ചെയ്യുക. അപ്പം ഞാൻ കുക്കറിലാണല്ലോ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് ബട്ടർ പേപ്പർ അങ്ങ് വെച്ചിട്ട് ഇതുപോലെ ഓയിൽ തടവി കൊടുക്കുക കേട്ടോ. പിന്നെ വാഷറോ അതുപോലെ തന്നെ വിസിലോ യൂസ് ചെയ്യണ്ട. ഒരു 5 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ തന്നെ പ്രീ ഹീറ്റ് ചെയ്യണം എന്നില്ല, ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ പ്രീ ഹീറ്റ് ചെയ്താൽ മതി. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലിഡ് ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വേവിക്കുക. അതും ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ. ആ സമയത്ത് അടുത്ത സ്റ്റൗവിൽ ഒരു പാത്രം വെക്കുക. എന്തെങ്കിലും പഴയ പാത്രം വെച്ചാൽ മതി, ഒരു കട്ടിയുള്ള പഴയ പാത്രം വെക്കുക. എന്നിട്ട് അത് ചൂടായതിന് ശേഷം ഈ കുക്കർ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം വേവിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കേക്ക് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ അത് വേവിക്കുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് ഞാനൊരു പപ്പടം കുത്തിയോണ്ട് കുത്തി നോക്കുക. പക്ഷെ ഇതിപ്പോൾ വെന്തിട്ടില്ല, കണ്ടോ, വെന്തിട്ടില്ല. അപ്പോൾ ഞാനൊരു 5-10 മിനിറ്റും ഒന്നുകൂടി അത് വേവിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾ കുക്കർ മാറ്റി വെക്കുക സ്റ്റൗവിൽ നിന്ന്. അതിനുശേഷം നന്നായിട്ട് തണിഞ്ഞിട്ട് മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ട് തണിഞ്ഞിട്ട് മാറ്റിയാൽ മതി. ഇപ്പം നല്ലോണം തണിഞ്ഞു. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഭയങ്കര സോഫ്റ്റാട്ടോ. അപ്പോൾ ഞാൻ കണ്ടു, പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ക്രീം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം. എനിക്ക് വിപ്പിംഗ് ക്രീം ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ക്രീം ഉണ്ടാക്കുന്നത് ബട്ടറും അതുപോലെ തന്നെ മിഠായി മീറ്റും യൂസ് ചെയ്തിട്ടാട്ടോ. അപ്പോൾ ഞാൻ 50 ഗ്രാമിൻ്റെ ഒരു ബട്ടർ റൂം ടെമ്പറേച്ചറിൽ വെച്ചതാണ്, മെൽറ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് അതിലേക്ക് മിഠായി മീറ്റ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല ക്രീം കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റ്. വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്നൊരു ക്രീമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തൻവിയാണ് പിന്നെ എനിക്ക് മിക്സ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തത്. അവൾ പറഞ്ഞ് ഞാൻ ചെയ്തോളാം. അതുകൊണ്ട് അവൾ തന്നെയാണ് പിന്നെ ക്രീമൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ട് ഞാൻ കേക്കിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഷുഗർ സിറപ്പ് അതിൽ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ക്രീം തേച്ചിട്ട് വെക്കുന്നുണ്ട്. ക്രീം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഞാനങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ എൻ്റേതായ രീതിയിലുള്ളൊരു ഡെക്കറേഷനാണ് കേട്ടോ. അപ്പം ഏകദേശം വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ കേക്ക് റെഡിയായി.